ഗബ്രൂട്ടിന് വയ്യാതായതിൻ്റെയാന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഫുഡൊന്നും കഴിക്കുന്നില്ല, നല്ല ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്, ഫുഡ് തീരെ എടുക്കുന്നില്ല. മറ്റേ പാൽക്കുപ്പി കണ്ടു കഴിഞ്ഞാൽ പാൽക്കുപ്പി വിടത്തില്ല, അതിലെ പാല് തീരുന്നവരെയും കുടിക്കുന്ന ആളാണ്. ഞാനിപ്പോൾ എത്ര കൊടുത്തിട്ടും പാല് കുടിക്കുന്നില്ല. എന്ത് ചെയ്യാൻ എൻ്റെ പൊന്ന് തക്കലും. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഹലോ കൂട്ടുകാരെ, അപ്പോൾ വലിയ സന്തോഷമുള്ളൊരു കാര്യമൊന്നുമല്ല. നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുഞ്ഞിന് സുഖമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് വിളിക്കും മെസ്സേജും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കമൻറ്റിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വിചാരിച്ചെന്നാൽ ഒരു വീഡിയോ അതിനെക്കുറിച്ച് ഇട്ടേക്കാമെന്ന്. സത്യത്തിൽ ബർത്ത്ഡേ വീഡിയോ ആയിരുന്നു ഇതിന് പകരം വരേണ്ടിയിരുന്നത്. പിന്നെ ഇങ്ങനൊരു അവസ്ഥ വന്നപ്പം അതിടാം എന്ന് വിചാരിച്ചു. ഇന്നലെ നമ്മൾ ബർത്ത്ഡേ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് സത്യത്തിൽ ബർത്ത്ഡേ വീഡിയോ അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പം അത് ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് ഞങ്ങൾ വെച്ചേക്കുമായിരുന്നു. ഇവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈ കിട്ടിയ വീഡിയോ എല്ലാം കൂടി എഡിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പം അച്ഛനും അമ്മയും കൂടെ പോകാൻ വേണ്ടി പോയി. ഒരു 11 മണിയൊക്കെ ആയായിരുന്നു. അപ്പം അമ്മയച്ഛനൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇറങ്ങി. അപ്പത്തേനും അതിന്റെ മുന്നേ ചെറിയൊരു ചൂട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളപ്പം നമ്മൾ സാധാരണ കൊടുക്കുന്ന മരുന്ന് കുഞ്ഞിന് കൊടുത്തു, ചൂടിന് കൊടുക്കുന്ന മരുന്ന് മോന് ഞങ്ങൾ കൊടുത്തു. വീട്ടിൽ തന്നെ നമ്മൾ പനി നോക്കുന്നതുണ്ട്, അത് വെച്ച് അത് നോക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോഴാണ് പനി ടെമ്പറേച്ചർ ഉണ്ട്, പനിയല്ല അവന് ചൂടായിരുന്നു. അതായത് തലേ ദിവസം ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. 8-ാം തീയതി ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്നലെ മോന് രാവിലെ 8-ാം തീയതി വൈകിട്ടായപ്പോൾ ഡോറയ്ക്ക് വയ്യാതായി. പനിയല്ല, കിടുങ്ങലും വിറയലും തലകറക്കവും ഛർദിലും പിന്നെ ആണെങ്കിൽ ദേഹം കുഴച്ചിലും. അപ്പം ഡോറയെ നമ്മൾ മൂടിപ്പുതച്ച് കിടത്തി അവൾക്ക് വേണ്ടിയിട്ട് വെള്ളമൊക്കെ കൊടുത്തു. ഭക്ഷണമൊന്നും കഴിച്ചില്ല. പിന്നെ ഛർദിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ ഓക്കെ ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, മോന് രാവിലെ എഴുന്നേറ്റ് മോനും ചെറിയൊരു ചൂട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് സാധാരണ അവന് ചൂട് വരുമ്പോൾ നമ്മൾ കൊടുക്കാറുള്ള മരുന്നുണ്ട്. അപ്പം ആ മരുന്ന് കൊടുക്കുമ്പോഴത്തേക്കും മോൻ ഓക്കെ ആവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മരുന്നും കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് വെച്ച് ഞാൻ പറയും ചെയ്തു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ സാധാരണ അവൻ അങ്ങനെ വരാറുണ്ട്, ഇടയ്ക്ക് ചൂട് വരാറുണ്ട്. അപ്പം നമ്മളാണെങ്കിൽ ഈ മെഡിസിൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും മോൻ ഓക്കെ ആവാറുണ്ട്. അപ്പം അങ്ങനെ ആയിരിക്കാം എന്നുള്ളൊരു മൈൻഡിലായിപ്പോയി ഞാനും. ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തെ അമ്മയൊക്കെ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി. അവർ പറഞ്ഞു ഒന്നുകൂടെ കുഞ്ഞിനെ എടുക്കട്ടെ, കൊഞ്ചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അച്ഛനെടുത്തു, അന്നേരം കുഴപ്പമില്ലായിരുന്നു, ചിരിക്കുകയൊക്കെ ചെയ്ത്. അമ്മ അങ്ങോട്ട് എടുത്ത് ഉമ്മയൊക്കെ കൊടുത്ത് 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേനും ജസ്റ്റ് ഇങ്ങനെ ഒരു ഞെട്ടൽ പോലെ കാണിച്ചു. അപ്പം അമ്മ പെട്ടെന്ന് പറഞ്ഞ് അങ്ങനെയല്ല, മോനിങ്ങനെ ഇരിക്കുമായിരുന്നു, ഇരുന്നിട്ട് മോന് അതിന് മുന്നേ അന്നേരം ഇങ്ങനെ കാണിച്ചു. അപ്പത്തേനും അമ്മ പ്രിൻസിക്ക് ഞാനും ഒരുമിച്ച് നിൽക്കിച്ചാൻ അതിനടുത്തില്ല. അന്നേരം പറയുകയും ചെയ്തു, തുമ്മാൻ വന്നിട്ട് ഇങ്ങനെ തുമ്മാതെ പോകുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടല്ലോ, അതായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മ പറയുകയും ചെയ്തു. പിന്നെ അങ്ങ് വിട്ടു. കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനും തല ഇങ്ങനെ പോയി. അന്നേരം പ്രിൻസി പെട്ടെന്ന് അയ്യോ തല എന്നും പറഞ്ഞ് ഇങ്ങനെ കുഞ്ഞിൻ്റെ പിടിച്ചു. അന്നേരം നമ്മൾ വിചാരിക്കുന്നില്ല ഇങ്ങനെ ഇതിൻ്റെ ഒരു ഇതാണെന്ന് വിചാരിക്കുന്നില്ല. അതും കഴിഞ്ഞിട്ടാണ് അപ്പത്തിന് ഇച്ചായൻ അവർക്ക് പോകാനുള്ള വണ്ടി ഓട്ടോ വിളിക്കാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. പോയിട്ട് വരെ ഹെൽമെറ്റൊക്കെ വെച്ച് അങ്ങ് ഇറങ്ങി. അന്നേരത്തേനും അമ്മയുടെ തോളേന്ന് പെട്ടെന്ന് ഇങ്ങനെ തല പോയിട്ട് ഇങ്ങനെ അങ്ങ് പോയപ്പം പിന്നെ കണ്ണൊക്കെ ഒരുമാതിരി ആയപ്പോഴത്തേനും അമ്മയും ഞാനും കിടന്ന് പിന്നെ ഓടി വാന്ന് പറഞ്ഞ് അപ്പോഴത്തേനും തന്നെ എനിക്ക് മനസ്സിലായി എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് ഇനി അവന് ഹാർട്ടിൻ്റെ ആ ഒരു പമ്പിങ് വന്നുകൊണ്ട് അവന് വല്ല വയ്യായി അങ്ങനെ വരുമ്പോൾ അവന് ഇങ്ങനെ കാണിക്കുന്നത് ഈ സിംറ്റംസ് അന്നേരവും കാണിക്കുന്നത്. അപ്പോഴത്തേനും പെട്ടെന്ന് അമ്മയും പേടിച്ചിട്ട് പറഞ്ഞ് അഭിനയിനെ പിടിച്ച് അപ്പോഴത്തേനും വിളിച്ചാൽ ഞാനപ്പോൾ കിടന്ന് കാറി നമുക്ക് അവസ്ഥ പറയല്ല. പിന്നെ അങ്ങോട്ട് എന്തോ ചെയ്യണമെന്ന് അറിയാൻ പറ്റാണ്ടായി, ഫുള്ള് ബ്ലാങ്ക് ആയിപ്പോയി പെട്ടെന്ന്. കുഞ്ഞിന് അതായത് കളിച്ചും ചിരിച്ചിരുന്ന മോനെ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും നമുക്ക് എന്തോ ചെയ്യണം, നമ്മൾ ഒന്ന് ഫിക്സ് ആണെന്ന് നമുക്ക് അറിയുന്നില്ല. രണ്ടാമത് നമ്മുടെ മൈൻഡിൽ മോൻ്റെ ആ സിംറ്റംസ് ഉണ്ടപ്പോഴത്തേക്ക് പമ്പിങ് കൂടുതലാകുമ്പോഴത്തേക്ക് ഇങ്ങനെ പ്രശ്നം വരുമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഇനി അതാണോ എന്നുള്ളൊരു വല്ലാത്ത ആ ഒരു ഇതായി കയറി വന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് കുഞ്ഞിനെ എടുത്തിട്ട് ഇവിടെ വന്നൊരു ആ സമയത്ത് ആരും ഇല്ല, നമുക്ക് വണ്ടിയൊന്നും എടുത്ത് പുറകെ ഇരുത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയും ആരുമില്ല. ഞാനപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പെട്ടെന്ന് മോനെ എടുത്തുകൊണ്ട് റോഡിലോട്ട് അങ്ങ് ഓടുമായിരുന്നു. എന്നുവെച്ചാൽ ഒന്ന് ആ സമയത്ത് എനിക്കും വയ്യ, രാവിലെ എഴുന്നേറ്റപ്പോൾ ശരീരമേന
ശരീരവേദന, അന്യായ ശരീരവേദന. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എഴുന്നേക്കാൻ വയ്യ രാവിലെ. ഇപ്പോൾ ഇവർക്ക് വലത്തെ കൈ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെ മടങ്ങുന്നില്ല, ഇങ്ങനെ നിവർത്താനും പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര നടുവേദനയും എൻ്റെ 2 തുടയുടെയും ബാക്കിൽ ഭയങ്കര മസിലിന് ഭയങ്കര വേദന. അപ്പം ഞാൻ എന്നിട്ട് കുഞ്ഞിനെ ആ സമയത്തൊന്നും കുഞ്ഞിനെ എടുക്കുന്നില്ല. ഞാൻ അമ്മയടുത്തും ഇവളുടെ അടുത്തും കുഞ്ഞിൻ്റെ മക്കളുടെ അടുത്തും ഒക്കെ പറഞ്ഞ് എടുപ്പിക്കുക. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് വേദന, അന്നേരം എടുക്കാൻ പറ്റുന്നില്ല. അപ്പം പെട്ടെന്ന് കുഞ്ഞിനിങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തെ എനിക്കറിയാൻ വയ്യ അത്രയും നേരം ഉണ്ടായിരുന്ന വേദനയൊക്കെ എങ്ങോട്ട് പോയത്. ഞാൻ എടുത്തുകൊണ്ട് എൻ്റെ പരമാവധി സ്പീഡിൽ ഞാൻ ഓടുക. റെഡി ആയിട്ട് നിന്നോണ്ട് അമ്മ ആ സ്പോട്ടിൽ ഓടി പുറകെ, അച്ഛനും ഓടി, പിള്ളേരും പോയി, എല്ലാവരും പോയി. ഞാൻ തന്നെയായി പോയി. എനിക്കൊരു ഊഹം ഉണ്ടായിരുന്നു നമ്മളെപ്പോഴും പോലെ ഡേ കെയറിലായിരിക്കും പോകുന്നത്. എനിക്ക് ഫസ്റ്റ് എൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡേ കെയർ ആണ്. അതല്ലാതെ എനിക്ക് വേറൊരു ഓപ്ഷൻ ആ സമയത്തില്ല. കാരണം എന്തുണ്ടെങ്കിലും നമ്മൾ ഓടി ചെല്ലുന്ന ഒരു ഹോസ്പിറ്റൽ, ഒരു ക്ലിനിക്ക് എന്ന് പറയുന്നത് ഡേ കെയറാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഫസ്റ്റ് എന്തുമായാലും അവിടെ പോയി നോക്കാം. അവിടെ ഡോക്ടർമാർ എപ്പോഴും ഉണ്ട്. അപ്പോൾ അവിടെ പോയി എന്തായാലും ഒന്ന് നോക്കാം, എന്തുവാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഞാൻ ഓടി അവിടെ ചെന്നത്. എന്തായാലും ഭാഗ്യമാണ് സത്യം പറഞ്ഞാൽ അവിടെ കൊണ്ടുചെന്നു. അവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് അവർക്ക് മനസ്സിലായി ഫിക്സ് ആണെന്ന്. പക്ഷെ അവർ ആദ്യം ഫിക്സ് ആണെന്ന് പറഞ്ഞില്ല എൻ്റെ അടുത്ത്. ഞങ്ങൾ നോക്കട്ടെ. അപ്പോൾ എന്താ സംഭവം എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ കാര്യം പറഞ്ഞു. പക്ഷേ എനിക്കത് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് മോനി കിടന്ന് ഇങ്ങനെ പിടച്ച് കൈയുടെ ഇങ്ങനെ പിടിച്ചിരുന്നു. കൈ രണ്ടും ഇങ്ങനെ തിരിച്ചു പിടിച്ച് കൈ രണ്ടും ഇങ്ങനെ തിരിച്ചു പിടിച്ച് കാല് അങ്ങ് നിവർത്തി എന്നുവെച്ചാൽ അങ്ങ് ഭയങ്കരമായിട്ട് മരവിച്ച് കുഞ്ഞിൻ്റെ ശരീരം അങ്ങ് ഒരുമാതിരി ആയിപ്പോയി. അപ്പം എന്നിട്ട് അതുപോലെ തന്നെ ഇങ്ങനെ കണ്ണിങ്ങനെ വെച്ച് ഇങ്ങനെ നടന്നാവും. അപ്പം നമുക്കെന്ന് വെച്ചാൽ അത് കണ്ടിട്ട് ഞാനിവിടെ എന്ന് വെച്ചാൽ ഗബ്രു ഒന്ന് കരഞ്ഞാൽ പോലും എനിക്ക് സൈക്കിൾ ഞാൻ എടുത്ത് അന്നേരം കരച്ചിൽ വരുവാണെങ്കിൽ അപ്പോഴേ ഞാൻ എടുത്ത് റോഡിലോട്ടൊക്കെ നടന്ന് ഓക്കെ ആക്കും മോനെ. അതായത് അവനെ നമ്മളൊന്ന് കരയാൻ സമ്മതിക്കില്ല, അവനെന്തെങ്കിലും ബുദ്ധിമുട്ട് വരാനായിട്ടുള്ള ഒരവസ്ഥ നമുക്ക് അത് ഭയങ്കര ഫീലാണ്. അപ്പം അങ്ങനെയുള്ളപ്പം പെട്ടെന്ന് മോൻ ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് എനിക്ക് സത്യത്തിൽ ഫുള്ള് ഞാനങ്ങ് വല്ലാണ്ടായിപ്പോയി. ആ സത്യം ഇന്നലത്തെ ദിവസം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഓർക്കാൻ പറ്റത്തില്ല, ഓർക്കാൻ തോന്നത്തില്ല. അങ്ങനത്തെ ഒരു ദിവസമാണ്. പക്ഷെ എന്നാൽ അത് ഓർക്കാതിരിക്കാനും പറ്റില്ല. കാരണം അത്രയ്ക്കും ഞാൻ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരുപാട് പ്രശ്നം നേരിട്ടുണ്ട്, ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ടുണ്ട്, അടി ഉണ്ടാക്കിയിട്ടുണ്ട്, പല പ്രശ്നങ്ങളും ചെന്ന് ചാടിയിട്ടുണ്ട്. പക്ഷേ ഈ നിമിഷം വരെ എനിക്ക് പേടിയെന്ന് പറയുന്നൊരു സംഭവം തോന്നിയിട്ടില്ല, ഒന്നിനോടും പേടി ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഏതൊരു സന്ദർഭത്തിലും നല്ല ധൈര്യത്തോടെ തന്നെ ഞാൻ നിന്നിട്ടുള്ളത്. പക്ഷേ ഇന്നലത്തെ ദിവസം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും പേടിച്ചൊരു ദിവസം വേറെ ഉണ്ടാവത്തില്ല. അത്രയ്ക്കും പേടിച്ച് ഞാൻ എന്താ പറയുക വല്ലാണ്ടായിപ്പോയി, കരയുമായിരുന്നു ഞാൻ അവിടെ നിന്നുകൊണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു അവസ്ഥ ലോകത്ത് ഒരാൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരരുത്. സ്വന്തം കുഞ്ഞിന് അങ്ങനെ കിടന്ന് കാണിക്കുന്ന ഒരു അവസ്ഥ. എൻ്റെ കുഞ്ഞിൻ്റെ 2 കൃഷ്ണമണീൻ്റെ ഇവിടെ വന്നിരിക്കുക, മോൻ ഇങ്ങനെ മേളോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഇതായിപ്പോയി. അപ്പം ഷെർമയുടെ എൻ്റെ അടുത്ത് പറയുന്നത് നീ വിഷമിക്കാതിരിക്കുക, നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരുണ്ട് പിന്നെ ഇവരെ നോക്കാനായിട്ട്, നീ വിഷമിക്കാതിരിക്കുന്നെല്ലാം പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് അമ്മയൊക്കെ വന്നിട്ട് എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് കുഞ്ഞിൻ്റെ വെപ്രാളം കാണുന്നതനുസരിച്ച് എനിക്ക് പറ്റുന്നില്ല. അപ്പം ഷെർമയുടെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എന്നെ വെളിയിൽ പോയിരിക്കുക. ഒരു സിസ്റ്റർ വന്ന് ആ സിസ്റ്ററെ കൊണ്ട് എന്നെ വെളിയിൽ കൊണ്ടിരുത്തിച്ച്. അപ്പം എന്തോ എനിക്കറിയില്ല. എന്നിട്ട് ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തെന്ന് വെച്ചാൽ നാസിക്ക് കോൾ ചെയ്തിട്ട് നാസിയോട് ഞാൻ വലിയ പറയുകൊണ്ട് പറയുകയാണ്. എന്നുവെച്ചാൽ എനിക്ക് ആ സമയത്ത് ആരെങ്കിലും ഒന്ന് വേണം എൻ്റെ കൂടെ, അല്ലെങ്കിൽ എൻ്റെ അടുത്തൊന്ന് സംസാരിക്കാൻ ആരെങ്കിലും വേണം. ആ സമയത്ത് അത്രയ്ക്ക് ഞാൻ തളർന്നുപോയി. അമ്മാതിരി ഒരു ഇതായി പോയായിരുന്നു. എന്നുവെച്ചാൽ ഇവിടുന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുമ്പം കുഞ്ഞ് പ്രത്യേകിച്ചൊരു ചലനവും ഇല്ല. ഈ വെട്ടൽ അതായത് ഇങ്ങനെ ആക്കുന്നതല്ലാതെ കുഞ്ഞിന് പ്രത്യേകിച്ചൊരു ചലനവും ഇല്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കാണുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്നതെന്ന് വെച്ചാൽ മോനെ ഇടയ്ക്ക് വെച്ച് ഒരു ദിവസം രാത്രി ഇതുപോലെ ശ്വാസം മുട്ടൽ വന്നപ്പം ഇങ്ങനെ ആയിരുന്നു അവൻ കാണിച്ചത്. അപ്പം ഞാനെടുത്ത് തോളയിട്ട് കിടത്തി സമാധാനിപ്പിച്ചപ്പോഴത്തേക്കും മോൻ വീണ്ടും ഉറങ്ങും. പിന്നെ നമ്മൾ കിടത്തുമ്പോൾ അവനെ അങ്ങനെ കാണിക്കും, ശ്വാസം മുട്ട് കാണിക്കും, വീണ്ടും എടുത്ത് തോളെ കിടത്തും. അങ്ങനെ ഒരു 2-3 ദിവസം അല്ലേ ഒരാഴ്ചക്കടുത്ത് ഞങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പറയും കുഴപ്പമില്ല, അത് പമ്പിങ് കൂടിയോണ്ടാണ് അത് പിന്നെ കുറഞ്ഞുള്ളൂ. അപ്പോൾ നമ്മുടെ മൈൻഡിലെന്ന് വെച്ചാൽ അത് കൂടിയിട്ട് വന്നെയാണ് ഈ കുഞ്ഞിന് ഈ അസുഖം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു നമ്മൾ അത്രയും ടെൻഷൻ അടിച്ചത്. ലാസ്റ്റ് എന്തായാലും അവിടെ നിന്ന് ഷെർമയോടൊക്കെ ഓക്കെ ആക്കി നമുക്ക് കുഞ്ഞിനെ തന്നെ. ഇത് കുഞ്ഞ് ഒരുവിധം സ്റ്റേബിളായി കിട്ടി നമുക്ക്. പിന്നെ നമ്മൾ നേരെ അവിടുന്ന് പത്മാവതി കൊണ്ടുപോയി. പത്മാവതി ഞാൻ കുഞ്ഞിനെ കൊണ്ട് ട്രിപ്പ് ഇട്ടിരിക്കുന്ന സമയത്താണ് ജസ്റ്റ് ഒരു ഷോർട്സ് എടുത്തിട്ടത്. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ചു, ഒത്തിരി പേർക്ക് അറിയണം ഉണ്ടായിരുന്നു കുഞ്ഞിന് എന്താ പറ്റിയെന്നുള്ളത്. അതുപോലെ തന്നെ മെസ്സേജ് അയച്ച് കമൻറ്റൊക്കെ ഒരുപാട് പേര് ഇടുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളെന്നാ വിചാരിച്ചെന്നാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു ലോങ് വീഡിയോ ഇടാം. കുഞ്ഞിന് പ്രത്യേകിച്ച് ഒരു അസുഖവും ഇല്ലായിരുന്നു, ഒരു പനി, ഒരു ചെറിയ തുമ്മൽ പോലും ഇല്ലായിരുന്നു. സാധാരണ ഇവനെന്ന് വെച്ചാൽ മൂക്കൊലിപ്പും തുമ്മലും ഇതൊക്കെ വരുന്നതാണ്.
പക്ഷേ ഇന്നലെയെന്ന് വെച്ചാൽ മോന് ഒരു കുഴപ്പമില്ല, ചിരിച്ച് കളിച്ച്. ഇവിടെ രാവിലെ ഞങ്ങളൊരു ഷോർട്സ് ഇട്ടായിരുന്നു വണ്ടിയിലിരിക്കുന്ന, ആ സമയത്തൊന്നും ഒരു കുഴപ്പമില്ല. കുഞ്ഞ് നല്ല ആക്റ്റീവായിട്ട് നല്ല കളിച്ച് ചിരിച്ച് നിൽക്കുകയാണ്. അപ്പം ഞാനും എടുത്ത് കളിപ്പിക്കുന്നുണ്ട്, കുഞ്ഞും വണ്ടിയിലിരുന്ന് കളിക്കുന്നു. അത്രയ്ക്കും ആക്റ്റീവായിട്ട് നിന്ന കുഞ്ഞാണ് മണിക്കൂറുകൾക്കുള്ളിൽ ഇതുപോലെ സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ അത് ഒരിക്കലും വിശ്വസിക്കാനും പറ്റുന്നില്ല. പക്ഷെ ആ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാനും പറ്റത്തില്ല. എൻ്റെ മോൻ്റെ ബർത്ത്ഡേ നമ്മൾ സന്തോഷത്തോടെ എല്ലാവരും ഇരുന്ന് സന്തോഷത്തോടെ ആഘോഷിച്ചിരുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ ഒരു സംഭവം. ഒരു വല്ലാത്ത, സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അസുഖങ്ങളൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. ഒരു മാതാപിതാക്കൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കാനുള്ള അവസരം കൊടുക്കരുത്. ഞാനതേ പ്രാർത്ഥിക്കുന്നു. കാരണം അത്രയ്ക്കും കരഞ്ഞ് നിലവിളിച്ച് അതെല്ലാം പോട്ടു. സത്യത്തിൽ മനുഷ്യൻ പാതി ചത്ത്. പത്മാവതി ചെന്നപ്പോഴും ഞാനാണെങ്കിൽ മാറിയിരുന്ന് കരയാം. അപ്പോൾ അവിടുത്തെ ഡോക്ടറിനെ വിളിച്ചിട്ട്, ഗബ്രിയലിൻ്റെ പപ്പ കരയണ്ട, ഇതെല്ലാ കുട്ടികൾക്കും വരുന്നതാണ്, 5-6 വയസ്സ് വരെയൊക്കെ ഇങ്ങനെ ചൂട് കൂടുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വരാറുണ്ട്, അതിൽ കൂടുതൽ നിൽക്കുമ്പോഴേ ഉള്ളൂ നമ്മൾ ടെൻഷൻ ആവേണ്ടത്, അല്ലാതെ വേറെ ഒന്നുമില്ല, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പിന്നെ കാണിക്കുന്ന കുഞ്ഞിനെ കുറുപ്പ് ഹോസ്പിറ്റലിലാണ്. ഞാൻ പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെ കാണിച്ചതിന് ശേഷം കുഞ്ഞ് നമ്മുടെ അടുത്ത് ഇവിടുന്ന് DKR കാണിച്ചപ്പോഴേ കുഞ്ഞ് റിയാക്ട് ചെയ്ത് തുടങ്ങി നമ്മുടെ അടുത്ത്. അതുപോലെ അവർ ട്രീറ്റ് ചെയ്തത്, അത്രയ്ക്ക് നന്നായിട്ട് അവർ കുഞ്ഞിനെ നോക്കിയത്. എന്നോട് ഞാൻ രാത്രി അവിടെ ചെന്ന് മേഡത്തിൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് മേഡം പറഞ്ഞു, കുഞ്ഞിനെ കൊണ്ടുവന്ന സമയത്ത് മേഡവും പേടിച്ചിട്ടുണ്ടായിരുന്നു നല്ലതുപോലെയെന്ന്. അപ്പോൾ ആ സിറ്റുവേഷനിൽ നിന്നായ അത്രയ്ക്കും ഡോക്ടർമാർ വരെ പേടിക്കേണ്ട ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് കുഞ്ഞിനെ നമുക്ക് അവിടുത്തെ മേഡം ആണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും നമുക്ക് ഓക്കെ ആക്കി തന്നു. നേരെ അവിടെ നമ്മൾ പത്മാവതി കൊണ്ടുപോയി ട്രിപ്പ് ഇട്ടു. അവിടെ നിന്ന് എന്തോ ഒരു മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഓക്കെ ആക്കി കുഞ്ഞ് നമ്മളെല്ലാം കണ്ട് നമ്മുടെ അടുത്ത് എടുക്കുകയും എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അവിടെ നിന്ന് നേരെ കുറുപ്പ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുറുപ്പ് ഹോസ്പിറ്റൽ അത്യാവശ്യം നല്ല ലോങ് ആയിരുന്നു. അതാണ് നമ്മൾ നേരെ പിന്നെ പത്മാവതിയിൽ കൊണ്ടുപോയത്. അവിടെ നിന്ന് നേരെ കുറുപ്പ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവനെ കാണിക്കുന്ന ഡോക്ടറെ ഞാൻ ഒന്നും കൂടെ കാണിച്ചപ്പോഴത്തെ ഫിക്സ് വന്നതായിരുന്നു. ഫിക്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗുളികയും പിന്നെ ആണെങ്കിൽ ചൂട് കൂടുമ്പം മലദ്വാരത്തിൽ വയ്ക്കാനുള്ള ഒരു മെഡിസിനും പിന്നെ ചൂടുണ്ടാവാതിരിക്കാൻ വേണ്ടി പാരസിറ്റാമോൾ സിറപ്പ് 125 ml ഒരു 125 അതിൻ്റെ ഒരു സിറപ്പും തന്നു. അങ്ങനെ നമ്മൾ അതായിരുന്നു ഇന്നലെ തൊട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ദേഹം ചൂടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ദേഹം തുടച്ചു കൊടുക്കാൻ പറഞ്ഞു. എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഉച്ചവരെയും ദേഹം തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞിൻ്റെ. ഇപ്പം എന്തായാലും കുഴപ്പമില്ല, ഇപ്പം ഇത്തിരി ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ട്. നേരത്തോണൊക്കെ ആക്റ്റീവ് അല്ല, കുഞ്ഞിനങ്ങനെ നിന്ന് തന്നെ നിൽക്കാനോ തന്നെ നടക്കാനോ ഒരു വിറയലുണ്ട് കുഞ്ഞിന്. പിടിച്ച് എഴുന്നേറ്റ് നിൽക്കും, പിടിക്കുക, എല്ലായിടത്തും പിടിച്ചാൽ നിൽക്കുന്നുള്ളൂ. നേരത്തെ പോലെ അങ്ങനെ നിൽക്കുന്നില്ല. ഇവർ ഹോസ്പിറ്റലിൽ എന്നെ പിന്നെ ഇച്ചാൻ വിളിക്കുന്നില്ല, എൻ്റെ അടുത്ത് അങ്ങനെ ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു. കാരണം മോൻ്റെ ഡോക്യുമെൻറ്റ്സ് അയക്കാൻ മാത്രം എന്നെ വിളിച്ച്. പിന്നെ ഞാൻ കൂടുതലും ഷെമീനെയും നാസിനെ വിളിച്ച്, നിങ്ങളെ വിളിച്ചിട്ട് വല്ലതും പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ വഴി എൻ്റെ അടുത്ത് ഓരോ വിവരങ്ങൾ പറഞ്ഞു. പിന്നെ ഇവിടെ പപ്പായും പിള്ളേരെയും എടുത്ത ഹോസ്പിറ്റലിലും പോയിട്ടുണ്ട്, ഇക്കാറിലും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പ വന്നപ്പോൾ ഇങ്ങനെ ഫിക്സ് ഉണ്ടായതാണെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ അറിയുന്നത്. ഞാനിവിടെ കിടന്ന് കാറിയിട്ട് എനിക്കറിയില്ല, പ്രാർത്ഥനയും ഞാൻ തലേ ദിവസം വരെ രാവിലെ വരെ ഒരു കുഴപ്പമില്ലാതിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പം എനിക്കത് ഇച്ചാണിച്ച കൂടെ ഉണ്ട് കുഞ്ഞിൻ്റെ. എനിക്ക് കുഞ്ഞിൻ്റെ കൂടെ പോകാൻ പറ്റാത്തതിന് കാണാനും പറ്റുന്നില്ല. പിന്നെ അഡ്മിറ്റ് ആക്കിയെന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ എനിക്കൊന്ന് പോകാൻ പറ്റുന്നില്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്താ വെച്ചാൽ പറയാത് ഇങ്ങനെയൊന്നും അറിയത്തില്ല, അത്രയ്ക്ക് വിഷമം. എനിക്കൊന്ന് കാണണം. ഞാൻ എന്നിട്ട് ഇടയ്ക്ക് ഒരു തവണ വിളിച്ച് കുറഞ്ഞപ്പോൾ ഞാൻ പറയും, എന്നെ ഒന്ന് വീഡിയോ കോൾ വിളിച്ച് കാണിക്കാമോ എന്ന് ചോദിച്ച്. അങ്ങനെ പിന്നെ ഇച്ചാൻ വീഡിയോ കോൾ വിളിച്ചിട്ട് കാണിച്ചു തന്നു. അത് അന്നേരം ഇച്ചിരി സമാധാനമായത്. ഒന്നിനുള്ളൊരു മൈൻഡില്ലായിരുന്നു. അതിനുശേഷം വൈകുന്നേരം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നോടം വരെ ഒരു സമാധാനമില്ലായിരുന്നു. മോനെ കണ്ടതിന് ശേഷം ഞാൻ ശരിക്കും ആലോചിച്ചു, എനിക്കൊന്നും ഇത്ര വയ്യാതായി. എനിക്കൊരു ഓട്ടോ വിളിച്ച് പോകാനോ കയറാനോ പറ്റാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ഒരു വയ്യായി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് മോൻ്റെ കൂടെ പോകാനും നിൽക്കാനും ഇച്ചാൻ്റെ കൂടെ നിൽക്കാമായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ ആ സമയം എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടി ആ സമയത്ത്. പക്ഷെ അതുപോലെ മോളത് കേട്ടോ കാര്യം പറയും, ഞാൻ നോക്കുക മോള് ഭയങ്കര കരച്ചില്ല. അപ്പം ഇവളും പപ്പായും മോനും കൂടെ കരഞ്ഞിട്ടാണ്. മോൾ എന്നിട്ട് എൻ്റെ കൂടെ പത്മാവതിക്ക് വരണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച്. ഞാൻ നേരം പറഞ്ഞു വേണ്ടെന്ന് പറയാം. കാരണം ഒന്ന് ഇവളും കരയാണ്, എനിക്ക് അവളെയും കൂടി കാണുമ്പോഴത്തെ എനിക്ക് പറ്റത്തില്ല, എന്നെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റത്തില്ല. പിന്നെ അതുമല്ല ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവിടെ പിന്നെ എന്താവും എന്ന് നമുക്ക് അറിയില്ലല്ലോ. എനിക്ക് ചിലപ്പോൾ മോളെ ഒന്നും എനിക്ക് ശ്രദ്ധിക്കാനൊന്നും ചിലപ്പം പറ്റിയെന്ന് വരത്തില്ല.
വരത്തില്ല. ഞാൻ അതുകൊണ്ട് കൂടുതലും പറഞ്ഞ് മോള് വരണ്ടെന്ന് പറഞ്ഞു. അതുമല്ല മോള് ഭയങ്കര കരച്ചില്ല. പനിയായിട്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പം ഞാൻ പെട്ടെന്ന് ചോദിച്ചു ഇനി വല്ല വഴക്ക് പറഞ്ഞോണല്ലോ എന്തുവാന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. അന്നേരത്തേന് ഇവിടെ ആണ് ഭയങ്കര വലിയ വായി കരഞ്ഞുകൊണ്ടുകൊണ്ട് പറഞ്ഞ് ഗബ്രൂസിന് വേറെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോവുക, എനിക്ക് ഗബ്രൂസിനെ കാണണം. അപ്പോൾ ഇത് ഓൾറെഡി ഞാനും കരഞ്ഞുകൊണ്ടിരിക്കുക, എനിക്കും സങ്കടം വന്നു. ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് ഭയങ്കര കരച്ചിട്ട് പപ്പായും മോനും വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പപ്പ വന്ന് പറയുന്നുണ്ട് കുഴപ്പമില്ല മോളെ, ഇതുണ്ടാകുന്ന ബിനോയ്ക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ടെന്ന്. പക്ഷേ നമ്മുടെ ഉള്ളിൽ കാണാൻ പറ്റാത്ത അവന് ആ ഒരു ഇങ്ങനെ കുഴഞ്ഞു പോയ ഒരു അവസ്ഥയാണ് എൻ്റെ മൈൻഡിൽ. ഇച്ചായെന്ന് വെച്ചാൽ അതിലും കൂടുതൽ കണ്ടു, പക്ഷെ ഞാൻ അത്രയും കണ്ടില്ലാത്തതുകൊണ്ടും ആ ഒരു ചെറിയൊരു മോൻ്റെ ഒരു ആ ഒരു കുഴഞ്ഞു പോകുന്ന അതിങ്ങനെ ഓർത്തോർത്തോർത്ത് ഞാൻ കരച്ചിലായിരുന്നു. അവനൊന്ന് ഓക്കെ ആണെന്ന് അറിഞ്ഞോളം വരെ ഞാനും മോളും കൂടെ അതുപോലെ കരച്ചിലായിരുന്നു. നമുക്കത് പറഞ്ഞറിയിക്കാൻ ഇപ്പോഴും പറ്റത്തില്ല. സത്യം പറഞ്ഞ് ഇപ്പോഴും അതിൽ നിന്ന് ഞാൻ ഓക്കെ ആയിട്ടില്ല. ചിലരൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇതെല്ലാവർക്കും വരുന്നത്, പക്ഷേ കമന്റുകൾ നമ്മൾ കണ്ടു ഒരുപാട്. ഇവിടെ ഇച്ചായനും പ്രിൻസിനും വന്നിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതൊരു മാതാപിതാക്കൾക്കും ആ ഒരു കുഞ്ഞ് കിടന്ന് പിടയ്ക്കുന്ന രീതി, അതും ആ ഒരു അവസ്ഥയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഏത് മാതാപിതാക്കളാണെങ്കിലും പേടി നമ്മളെ സംബന്ധിച്ച് കൂടാൻ കാരണം മോൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് ഇനി അത് കൂടിയിട്ട് വല്ലതും സംഭവിച്ചതാണോ എന്ന്. അല്ലാതെ നോർമലി അവൻ സാധാരണ പനി വരുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ ഇത്ര ഉണ്ടാവാറില്ല. മരുന്ന് കൊടുക്കുന്നു, മാറുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, ഒരാഴ്ചത്തെ മരുന്ന് കൊടുക്കും, മാറാറുണ്ട്. ഇത് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പം ഞങ്ങൾക്ക് അതാണ് പെട്ടെന്ന് എന്തുവാ അതിൻ്റെ വല്ലതും ആണോ, ഇനി അതിൻ്റെ വല്ലതും പറ്റുമോ എന്നുവെച്ചാൽ അങ്ങ് തല ഇങ്ങനെ അങ്ങ് മാണ്ടുപോയി. കുഞ്ഞ് അനങ്ങുന്നില്ല, ഒരു രീതിയിൽ നമ്മുടെ അടുത്ത് റിയാക്ട് ചെയ്യുന്നില്ല കുഞ്ഞ്. ആകെ അവൻ ഈ കണ്ണിങ്ങനെ മുകളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നത്, അത് കാണുമ്പം തന്നെ സത്യവും എനിക്കത് കാണാൻ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുമായിരുന്നു. എൻ്റെ ടെൻഷൻ മൊത്തം എന്തോ നമുക്ക് അറിയില്ലല്ലോ എന്താ സംഗതി എന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴും എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കും ഞാനങ്ങ് പേടിച്ച് വിറച്ചു പോയി. ഇമാതിരി ഞാനിത് എൻ്റെ ലൈഫിൽ ഇതുപോലെ ഇവിടെ കള്ളന്മാരൊക്കെ വരും രാത്രിയിൽ, ഒറ്റയ്ക്കിറങ്ങി ഞാൻ നോക്കാറുണ്ട്. എനിക്കൊരു പേടിയില്ല ആ സമയത്തൊന്നും. എല്ലാവരും പറയും ആയുധം കാണും, ഉപദ്രവിക്കും. പക്ഷേ ആ സമയത്തൊക്കെ ഇവള് വരെ എൻ്റെ അടുത്ത് വഴക്കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇറങ്ങിപ്പോലെന്ന്. എനിക്കൊരു പേടിയും തോന്നാറില്ല അങ്ങനെ. അതുപോലെ തന്നെ പട്ടിയാണെങ്കിലും പാമ്പാണെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാലും ധൈര്യത്തോടെ നമ്മൾ നിൽക്കും മുമ്പിൽ. പക്ഷേ ഇന്നലത്തെ ദിവസം എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു മാതാപിതാക്കൾക്കും അങ്ങനത്തെ ഒരു ദിവസം നേരിടേണ്ട അവസ്ഥ വരരുത്. അത്രയ്ക്കും ഞാൻ പേടിച്ചു, അത്രയ്ക്കും ടെൻഷൻ അടിച്ചു. എങ്ങനെ പറയാം, ഒരു വല്ലാത്തൊരു ദിവസമായിരുന്നു. എല്ലാവരും പറഞ്ഞു അത് പേടിക്കേണ്ട, ടെൻഷൻ അടിക്കണം. പക്ഷെ അത് കാണുമ്പം നമുക്കത് ആദ്യത്തെ അനുഭവത്തിൻ്റെ അല്ല, ഇനി വന്നാലും ചിലപ്പം ഈ രീതി തന്നെ ആയിരിക്കാം ഞങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. കാരണം ഈ ആരുടെ ആണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്കതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. സത്യത്തിൽ ഞാൻ വിളിച്ച അവന് ഹാർട്ടിന് ഹോളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പോലും ഇത്ര ഒരു ഇത് നമുക്കില്ലായിരുന്നു. ഇത്രയും ടെൻഷൻ അടിച്ചിട്ടില്ല, ഇത്രയും പേടിച്ചില്ല. ഞാൻ കരഞ്ഞില്ല, ഞാനും കരഞ്ഞു, നല്ലോണം ഏങ്ങലടിച്ചിനെ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പേടിച്ചിട്ടില്ല. ഇങ്ങനെ പേടിച്ച് ഇങ്ങനത്തെ ഒരു അവസ്ഥ അന്നേരം ഒന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഇതൊരു മറക്കാൻ പറ്റാത്ത, ആ കേട്ട സമയത്ത് നമുക്കൊരു ഷോക്ക് ഉണ്ടായിരുന്നു, ഹോളുണ്ടെന്നുള്ളത് കേട്ട സമയത്ത് ഷോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കുകയും ബാക്കി അറിയാവുന്നവരൊക്കെ ആയിട്ടിരുന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ടെൻഷൻ അങ്ങ് പോയി. അത്രയും പേടി നമ്മളെല്ലാം മാസവും അല്ല ചെക്കപ്പ് ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ളത് കാര്യങ്ങൾ അറിയുന്നുണ്ട്, നമുക്ക് കുഴപ്പമില്ലാതെ അങ്ങ് പോയി. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്കും മോശപ്പെട്ടൊരു ദിവസമായിരുന്നു ഇന്നലത്തെ ദിവസം എന്ന് പറഞ്ഞാൽ. അത്രയും മോശപ്പെട്ടൊരു ദിവസം, അത്രയ്ക്കും പേടിച്ച് വിറച്ച്. ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്തൊക്കെ എനിക്ക് നെഞ്ചുവേദനയാണോ എടുക്കുന്നത്, ശരീരം കുഴയുന്നതാണോ, എനിക്ക് ദേഹം കുഴഞ്ഞു പോകുന്നു, ഒന്നും അറിയാൻ വയ്യ. എന്നുവെച്ചാൽ അമ്മാതിരി ഇവിടുന്ന് ഒറ്റ ഓട്ടോ ഓടി നിൽക്കുന്നത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ ചെന്നാൽ നിൽക്കുന്നത് ഞാൻ. വേറെ എങ്ങും നിന്നില്ല. ഒരുപാട് പേര് എന്ത് പറ്റിയെന്ന്, കാരണം കുഞ്ഞിന് നിക്കറിട്ടിട്ടില്ലായിരുന്നു, ഉടുപ്പ് മാത്രമേ അപ്പിട്ട് ഞാൻ കഴുകിയിട്ട് കൊണ്ടുവന്ന് കൊടുത്ത് രാവിലത്തെ ഫുഡൊക്കെ കൊടുത്തവർ രാവിലത്തെ ഫുഡും കൊടുത്ത് നല്ലൊരു ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ഒന്നും ഒരു കുഴപ്പമില്ല. ഉറങ്ങി എഴുന്നേറ്റിട്ട് ശേഷം ഫുഡ് കൊടുക്കാൻ നോക്കിയപ്പോൾ കഴിച്ചില്ല. അന്നേരമാണ് പനി നോക്കിയപ്പോൾ പനിയുണ്ട്. അപ്പോൾ എനിക്ക് പനി ആയതുകൊണ്ടായിരിക്കും കഴിക്കാത്ത വെച്ചിട്ട് ഞാൻ ഫീഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇച്ചാനെ കണ്ടപ്പോൾ ഇച്ചാൻ എടുക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേനും അമ്മയൊക്കെ ഇറങ്ങി. അത്രയും സമയമായിട്ടുള്ളായിരുന്നു.
എന്തായാലും നല്ലതായിട്ട് പേടിക്കും, ടെൻഷൻ അടിക്കും, വിഷമിക്കുകയും ചെയ്തു. അവിടെ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർമാർ അത്രയും പേടിക്കണമെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഏതവസ്ഥയെ കൊണ്ടുവന്നെന്ന് നല്ല ആലോചിക്കണം. കാരണം വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സ്പീഡിൽ എനിക്ക് എത്താൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നു. ഇത് ഞാൻ ഓടിയോണ്ടായിരിക്കാം അത്രയും വേഗത്തിൽ അത്രയും പെട്ടെന്ന് എനിക്ക് എത്താൻ പറ്റും. അപ്പോഴത്തേക്ക് കൊച്ചിന് എനിക്ക് ഡോക്ടറിനോട് പറഞ്ഞാണ് ഇതിനി വരാൻ ഒരു കാരണവശാലും സമ്മതിക്കരുതെന്ന്. ഡോക്ടർക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, കാരണം ഇത് തലച്ചോറിനെ ബാധിക്കുമെന്ന്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തലച്ചോറിനെ ബാധിക്കും. അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ളൊരു അവസ്ഥ കുഞ്ഞിന് വരാൻ സമ്മതിക്കില്ലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ഇത് തളർന്നു പോയി. കാരണം അതൊക്കെ വല്ലാത്തൊരു ഷോക്കാണ്. ഞാൻ അത് അറിയുന്നതൊക്കെ ആദ്യമായിട്ട്. അതുമല്ല, ഈ ഒരു അവസ്ഥ നമ്മൾ കാണുന്ന പോലും, ഇങ്ങനൊരു അവസ്ഥ കാണുന്ന പോലും എൻ്റെ ലൈഫിൽ ഇത് ആദ്യമായിട്ടാണ്. ടിവിയിലെ സിനിമയിലൊക്കെ ഇങ്ങനെ ആയിട്ടേ കണ്ടിട്ടുള്ളൂ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു അവസ്ഥ കാണുന്നത്. ഒരാൾക്കും വന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ പ്രിൻസിന് വന്നെന്ന് പറയുന്നു. പക്ഷേ പ്രിൻസിന് വന്ന സമയത്ത് ഞാൻ ദൂരെ ജോലി ചെയ്യുന്ന സമയമാണ്. അപ്പം ആ സമയമൊക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇതൊന്നും. പക്ഷേ എനിക്ക് വന്നെന്ന് പറയുന്നു. ഞാൻ കുഞ്ഞിലായിരുന്നതുകൊണ്ട് എനിക്കും അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ മോന് വന്നപ്പോൾ ഉള്ള അവസ്ഥയോ അതൊരിക്കലും ഓർക്കാൻ പോലും പറ്റുന്നില്ല. എങ്ങനെ പറഞ്ഞ് അറിയിക്കേണ്ടതെന്ന് അറിയില്ല. അത്രയ്ക്കും മോശപ്പെട്ടൊരവസ്ഥയായി. രാത്രി മൊത്തം ഞങ്ങൾ ഉറക്കമൊഴിച്ച് ഇവർ അപ്പുറത്തോട്ട് തിരിഞ്ഞ് കിടക്കുമ്പോൾ ഞാൻ ഇപ്പുറത്തോട്ട് കിടക്കുമോ, അവൻ ഓരോ തിരിയിലും ഞെട്ടലിലും കുറുകുമ്പോഴെല്ലാം രാത്രി സത്യത്തിൽ നല്ലോണം ഉറങ്ങാൻ പറ്റില്ല. അതിൻ്റെ ആണെന്ന് തോന്നി. ഇന്ന് എനിക്ക് നല്ലോണം ഉറക്കവും ക്ഷീണവും വന്ന്. ഇത് നമ്മൾ കാപ്പി കുടിച്ച് കഴിഞ്ഞപ്പോഴും ഞാനിവിടെ അടുത്തെന്ന് പറഞ്ഞ് ഇന്ന് ചോറൊന്നും വെക്കുന്നില്ല, എന്നെക്കൊണ്ട് വയ്യ, ഞാൻ കിടക്കുവാന്ന് പറഞ്ഞു. ഞങ്ങളിത് വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് മുമ്പേ ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ നമുക്ക് വയ്യാത്തതുകൊണ്ട് ഇന്നലെ സത്യം പറഞ്ഞാൽ റെസ്റ്റ് എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഇന്നലെ എനിക്ക് വയ്യായിരുന്നു അതുപോലെ. പിന്നെ ഇന്നലത്തെ നമ്മുടെ ഈ ഓട്ടപ്പാച്ചിലൊന്നും നടന്നില്ല. അതുകൊണ്ട് ഇന്ന് പിന്നെ എന്തായാലും കുറച്ച് നേരം കിടന്ന് ഉറങ്ങി ഞാൻ. മോനും ഇപ്പോൾ ഇച്ചിരി ടെമ്പറേച്ചർ ഇപ്പം കുറഞ്ഞു. 95 നേരത്തേക്ക് നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. നമ്മളതുകൊണ്ട് ഈ മരുന്നും കൊടുത്ത് ഇങ്ങനെ തുടച്ച് നിൽക്കുമായിരുന്നു ആ ടെമ്പറേച്ചർ കുറയാൻ വേണ്ടിയിട്ട്. അവനൊരുവിധം എന്നാലും അവനിപ്പോൾ പഴയ പോലെ ആക്റ്റീവ് അല്ല. ഇപ്പോഴും ഒരു പേടി. ഇപ്പോൾ അവന് നിൽക്കാനും നടക്കാനൊന്നും പറ്റുന്നില്ല. ഒരു വിറയലുണ്ട് കാലിന്. ഇനിയിപ്പോൾ നാളെ ഒന്നും കൂടെ ഇഞ്ചക്ഷനും മരുന്നിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് ചെയ്യും. കാരണം അവനപ്പോൾ എത്ര ആരോഗ്യം. കുറേ മരുന്ന് ഇന്നലെ കഴിച്ചു മോൻ, കുറേ മരുന്ന് കഴിച്ചു. അതിൻ്റെയൊക്കെ ആയിരിക്കാം അവന് ആരോഗ്യക്കുറവുണ്ട്. അതുകൊണ്ട് ഫുഡൊക്കെ കൊടുത്തു, ഫീഡ് ചെയ്തു, പാല് ഞങ്ങൾ അതുകൊണ്ട് മറ്റേ പ്രോട്ടീൻ പൗഡർ 2 തവണ കൊടുത്തു. കാരണം കുഞ്ഞിനെ ഒരിത് വരട്ടെ എന്ന് വിചാരിച്ച് രാവിലത്തെ ഫുഡും കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഉറങ്ങി. ആ കണ്ണും മുഖമൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും കേട്ടോ. മോനെ കാണിക്കാത്ത കേട്ടോ, അവനെ കാണിക്കാൻ നമുക്കൊരു എന്നുവെച്ചാൽ എപ്പോഴും ചിരിച്ച് കളിച്ച് ആക്റ്റീവായിട്ടിരിക്കുന്ന ആളല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമുക്കും സത്യം പറഞ്ഞാൽ കാണിക്കാനായിട്ട് തോന്നുന്നില്ല. മോനൊന്ന് ഓക്കെ ആയി വരട്ടെ. ഓക്കെ ആയതിനു ശേഷം ഞങ്ങൾ കാണിക്കാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ, ഇത് പറയാനായിട്ട് നമ്മൾ ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്നലെ സ്റ്റോറി ഇട്ടപ്പോൾ തന്നെ ഷോർട്സ് ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് പ്രാർത്ഥിച്ച്, ഒരുപാട് പേര് വിളിച്ച്, ഒത്തിരി പേര് വിളിച്ചു. ഇന്നലെ സത്യം പറഞ്ഞാൽ ഇന്നലെ ഇന്നൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ കോള് വരുന്നുണ്ടായിരുന്നു. നമ്മുടെ നമ്പർ പലരുടെയും കയ്യിലുണ്ടല്ലോ, ഇഷ്ടംപോലെ കോള് വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു അമ്മ എന്നെ വിളിച്ചിട്ടും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പലരും വിളിക്കുമ്പോൾ പറയുന്നത് എടുക്കും എന്നറിയത്തില്ലായിരുന്നു, സംസാരിക്കും എന്നറിയില്ലായിരുന്നു, ഇങ്ങനെ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് വീഡിയോ കണ്ടിരുന്നു. പക്ഷേ പലരും വിളിച്ചു കഴിഞ്ഞാൽ എടുക്കുമെന്നറിയില്ല, പലരും അങ്ങനെ എടുക്കാറില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ആര് വിളിച്ചാലും നമ്മൾ കോൾ എടുക്കും, സംസാരിക്കും. നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ സംസാരിക്കും. ഈ ഹോസ്പിറ്റൽ കേസ് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴുള്ളൂ നമ്മൾ അങ്ങനെ എടുത്ത് സംസാരിക്കാൻ നമുക്ക് പറ്റാത്തത്. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുന്നവരുടെ എല്ലാം കോൾ എടുക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് പേര് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഒത്തിരി പേര് വിളിച്ചു. നമുക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമായിരുന്നു. കാരണം വെച്ചാൽ ആശ്വാസം പറയാനായിട്ട് ആരെങ്കിലും ഉണ്ടല്ലോ. നമ്മുടെ വീട്ടിനടുത്ത് ഞാനും ഇതുപോലെ പല കുട്ടികൾക്കും ബുദ്ധിമുട്ട് വന്ന സമയത്ത് പലരെയും കൊണ്ട് ഞാൻ ഇതുപോലെ പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കുഞ്ഞിനൊരു ആപത്ത് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഒരാളെയും കണ്ടില്ല. ആർക്കും നമ്മളൊന്നും ചെയ്തു കൊടുക്കുന്ന പ്രതീക്ഷിച്ചിട്ടല്ല. പക്ഷേ നമുക്കൊരു ചിലപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്കൊരാഗ്രഹം കാണും, ആരെങ്കിലും നമുക്കും ഒന്ന് സഹായിക്കാനുണ്ടായിരുന്നെങ്കിലും. സത്യം പറഞ്ഞാൽ ചിന്തിച്ചതേ 11:30-ക്കായിരുന്നു ട്രെയിന്. 11 മണിക്കായപ്പോൾ അമ്മയൊക്കെ റെഡിയായിട്ട് ഇറങ്ങാൻ വിട്ട്. അമ്മയ്ക്കൊക്കെ അതായത് ശാസ്താംകോട്ട ട്രെയിൻ കാണത്തില്ല, കരുനാഗപ്പള്ളിയിൽ കാണത്തുള്ളൂ എന്ന് ഇച്ചായൻ പറഞ്ഞിട്ട് ഓട്ടോ വിളിച്ചിട്ട് അവരും പോയി. ഇച്ചായന് ഓട്ടോ വിളിക്കാൻ പോയ സമയത്തായിരുന്നെങ്കിൽ ഞാനും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ എന്താ അങ്ങനെയെങ്ങാനും വന്നിരുന്നെങ്കിൽ എന്തോ ചെയ്തേനെ. എനിക്ക് ഓടാൻ പറ്റുമോ, കുഞ്ഞുങ്ങൾക്ക് എടുത്തുകൊണ്ട് ഓടാൻ പറ്റുമോ, എന്തോ ആ സമയത്ത് സ്പോട്ടിൽ എന്തോ ഒരു ദൈവഭാഗ്യം ഉള്ളത് കൊണ്ട് പോകാൻ ഇറങ്ങിയെങ്കിലും
എന്തോ നോക്കി പെറുക്കി എന്തോ അങ്ങനെ നിന്ന്, അത് ശരിക്കും എനിക്ക് തോന്നുന്നു ശരിക്കും ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും. അല്ലെങ്കിൽ ചിന്തിച്ച് നോക്കി, അത്രയും വരെ വന്നിട്ട് ഇവരങ്ങോട്ട് പോകുമോ? ഇച്ചാനും വണ്ടി വിളിക്കാനും പോയി. ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങി, ഞാൻ ഹെൽമെറ്റും താക്കോലും എടുത്ത് മുറ്റത്തോട്ട് ഇറങ്ങി വണ്ടിയിലോട്ട് കയറാൻ വന്നപ്പോഴാണ് എന്നെ വിളിക്കുന്നത്, ബിനോയ് ഒന്ന് നോക്കിയെന്ന്. അപ്പം ഞാൻ വന്ന് നോക്കിയപ്പോഴത്തെ എൻ്റെ കുഞ്ഞിന് ബോധമില്ല, കണ്ണ് രണ്ട് മേളോട്ടായി. അപ്പോഴത്തെ അന്നേരം വിറയിലില്ല. അന്നേരം ചേച്ചി വിളിക്കുന്നുണ്ടോ ഗബ്രു മോനെ മോനെന്ന് വിളിച്ചോണ്ട്. അപ്പം അനക്കൊന്നും ഇല്ലാന്ന് കണ്ടപ്പോഴേ ഞാൻ അന്നേരം ഇറങ്ങി ഓടി. അന്നേരം ഒന്നും നോക്കാൻ നിന്നില്ല. ആ സമയത്ത് എങ്ങനെയെങ്കിലും അടുത്തുള്ളെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് മാത്രമേ ആ സമയത്ത് മൈൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോഴേ ഞാൻ അങ്ങ് ഇറങ്ങി ഓടി കുഞ്ഞുമായിട്ട്. അപ്പോൾ പോകുന്ന സമയത്ത് വഴിയിലുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷേ എനിക്കൊന്നും തിരിഞ്ഞൊന്നും മറുപടി കൊടുക്കാൻ പറ്റില്ല. നമുക്ക് എത്രയും വേഗം കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തണ്ടേ. ഞാൻ അതുകൊണ്ട് ഒരാളടുത്തും സംസാരിക്കാൻ നിന്നില്ല, ഒരാളും ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാനും നിന്നില്ല. കുഞ്ഞിനെയും കൊണ്ട് ഓടി ആ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെത്തിയാൽ നിന്നോളൂ ഞാൻ. അതുപോലെ ഒരു ഓട്ടം ഓടിയത് ഞാൻ ഇന്നലെ. ഒരിക്കലും ഇനി അങ്ങനൊരു അവസ്ഥ വരരുത്. ഞങ്ങളതുകൊണ്ട് ഇന്നലെ പോയി ഡോക്ടറോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മെഡിസിനും മേടിച്ചോണ്ടെന്ന് വെച്ച് ഇനി നമുക്കിങ്ങനൊരു അബദ്ധം വരരുത്. അതുപോലെ തന്നെ എല്ലാവരോടും പറയാണ്, കുഞ്ഞുങ്ങൾക്ക് ചൂട് കൂടുന്ന സമയത്ത് കുറയും എന്ന് വിചാരിച്ച് പാരസിറ്റാമോൾ കൊടുത്തുകൊണ്ട് ഒരിക്കലും വീട്ടിൽ നിങ്ങൾ ഇരിക്കരുത്. കുഞ്ഞുങ്ങൾക്ക് ചൂടുണ്ട എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പീഡിയാട്രിക്കിനെയോ അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു ക്ലിനിക്കിലോ കൊണ്ടുപോയി കുഞ്ഞിനെ ഒന്ന് കാണിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇന്നലെ ഞാൻ ചെയ്തൊരു അബദ്ധം അതാണ്. ഞാൻ ചെയ്തൊരു അബദ്ധം അതാ, കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുന്നതിന് പകരം ചൂടായപ്പോഴേ ഞാൻ പറഞ്ഞു, ഇച്ചായ 2 തവണ ഞാൻ പറഞ്ഞു, ഇച്ചായ മേളിലൊന്ന് കൊണ്ട് കാണിച്ചാലോ, ഒന്ന് കൊണ്ടുപോയാലോ എന്ന് പറഞ്ഞപ്പോൾ ഇച്ചായൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, കൊടുത്തില്ലടി മരുന്ന്, അത് കുറയോ ഇല്ലയോ നോക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അത് വലിയൊരു അബദ്ധമായി പോയി. ഞാൻ എന്താ സംഗതി വിചാരിച്ചത്, മോന് ഇടയ്ക്ക് ഇതുപോലെ ചൂട് വരുമ്പോൾ നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ മോന് ഓക്കെ ആവാറുണ്ട്. ഇതിലും കൂടുതൽ മോന് പനി വന്നിട്ടുള്ള സമയത്ത് പോലും മോന് ഒരു പ്രശ്നവും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ ഈ മെഡിസിൻ കൊടുക്കുമ്പോൾ ഓക്കെ ആവില്ല, അപ്പം ഇപ്പോൾ കൊടുത്തു കേട്ടിട്ടുണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞിന് ഓക്കെ ആയിക്കോളഞ്ഞ്. എൻ്റെ മൈൻഡിൽ ഫുള്ള് വരുന്ന ചിന്ത അതാണ്, ഓക്കെ ആവും എൻ്റെ കുഞ്ഞ്. പക്ഷേ ഈ ഒരു അവസ്ഥയിലോട്ട് പോകുന്ന നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു ചിന്തയെങ്കിലും മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിന് എത്രയോ മുൻപേ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയെന്നറിയോ. അങ്ങനൊരു ചിന്ത പോലും മനസ്സിൽ വന്നില്ല. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരോടും, കുഞ്ഞുങ്ങൾക്ക് ചൂടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പാരസിറ്റാമോൾ കൊടുത്തുകൊണ്ട് വെയിറ്റ് ചെയ്യാനിരിക്കരുത് ഒരു കാരണവശാലും. അടുത്തുള്ള ഒരു ക്ലിനിക്കിലെങ്കിലും കുഞ്ഞിനെ ഒന്നിൻ്റെ കാണിച്ച് ഒന്നുമില്ല എന്നൊന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ അത്രയ്ക്കും സമാധാനമായിരിക്കും. ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട് ഒരിക്കലും വേറൊരാൾ അനുഭവിക്കാൻ ആ സാഹചര്യം ഉണ്ടാവരുത്. ഞാൻ അതേ പറയുന്നുള്ളൂ. കാരണം അത് വല്ലാത്തൊരു വേദനയാണ്. ആ അവസ്ഥയിലൂടെ ആരും പോരുത്. വല്ലാത്തൊരു വേദനയത്. ഞാനത് ഇന്നലെ അത്രയും അത്രയ്ക്കും ആ വേദനയും ബുദ്ധിമുട്ടും ഞാൻ ഇന്നലെ അനുഭവിച്ച്. അതുകൊണ്ട് ആരുടെ കുട്ടിക്ക് ഇതുപോലെ ചൂട് വന്നാലും വെച്ചുകൊണ്ടിരിക്കില്ല. പാരസിറ്റാമോൾ കൊടുത്ത് കുറയുമെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുക. ഞാനും എൻ്റെ മോന് പാരസിറ്റാമോൾ കൊടുത്തിട്ട് കുറയുമെന്ന് പറഞ്ഞ് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞു. പാരസിറ്റാമോൾ കൊടുത്ത് 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മോനിത് വരുന്നത് തന്നെ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, ഒരു കാരണവശാലും നമ്മൾ പാരസിറ്റാമോൾ കൊടുത്ത് ആ ഒരു വിശ്വാസത്തോടെ ഇരിക്കരുത്. അടുത്ത ഏതെങ്കിലും ഒരു ക്ലിനിക്ക് ഉണ്ടെങ്കിൽ അവിടെയെങ്കിലും കൊണ്ടുപോയി കുഞ്ഞിനെ കാണിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തണം, ആരുടെ കുട്ടികളാണെങ്കിലും. അത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഇതായിരുന്നു നമ്മുടെ ഇന്നലത്തെ ദിവസം. അതുകൊണ്ട് നമ്മൾ ബർത്ത്ഡേ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. ബർത്ത്ഡേ വീഡിയോ എന്തായാലും ഇടും, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, എഡിറ്റൊന്നും ചെയ്തിട്ടില്ല, എന്തായാലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഒരുപാട് പേര് പ്രാർത്ഥിച്ചു, ഒരുപാട് പേര് വിശ്വസ് അയച്ചു, അതുപോലെ തന്നെ ഒരുപാട് പേര് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യണം. ഇന്നലെ നമ്മൾ ബർത്ത്ഡേ വീഡിയോ ഇട്ടിട്ടതിന് ശേഷം പിന്നെ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചാണ്. ഒന്നിനുള്ളൊരിത് ഇതിനെ കണ്ടില്ല. ഇത് അഴിക്കാതെ വെച്ചേക്കുന്നത് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനും ഗബ്രോട്ടനും ഇവളും കൂടി ഒന്നൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് അഴിക്കാതെ വെച്ചിരിക്കുകയായിരുന്നു ഇതൊക്കെ. അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെയാണ്. നമുക്ക് ഒന്ന് സന്തോഷിക്കാനൊരു വക തന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ എന്തായാലും ഒന്ന് കരയും. ഞങ്ങളുടെ മുഖമൊക്കെ ഇരിക്കുന്ന നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. സത്യത്തിൽ നല്ലതുപോലെ ഒന്നും ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. നല്ലതുപോലെ ഒന്ന് ഉറങ്ങാനോ ഒന്ന് നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. മോനൊന്ന് അനങ്ങുമ്പോൾ ഇപ്പം ഞങ്ങൾ നോക്കുക. സത്യം പറഞ്ഞപടി അവനിന്ന് താഴെ ഇരുന്ന് കളിക്കുമായിരുന്നു. പക്ഷെ അവൻ്റെ അവൻ ഇങ്ങോട്ട് തിരിയുമ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് തിരിയുമ്പോൾ ഇങ്ങോട്ട് നോക്കി. രാത്രി കിടക്കുന്ന സമയത്ത് ഞാൻ കൈവച്ച് തപ്പി നോക്കും, ചൂടുണ്ടോ. എന്നിട്ട് 2-3 വട്ടം മറ്റേ തെർമോമീറ്റർ വെച്ചിട്ട് ടെമ്പറേച്ചർ നോക്കി. എന്നിട്ട് രാത്രി എഴുന്നേറ്റ് മോനെ ഉണർത്തി മരുന്ന് കൊടുത്തവൻ. അവനെ നല്ല ഉറക്കം, എത്ര ഉണർത്തിയിട്ട് ഉണരുന്നില്ല. എന്നിട്ട് അവൻ പാല് കുടിക്കാൻ വേണ്ടി ഉണരുന്നത് വരെയും വെയിറ്റ് ചെയ്തിരുന്നിട്ട് പാല് കുടിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അവന് നിബിളിനകത്ത് മരുന്ന് കൊടുത്ത്. അത്രയ്ക്ക് ഒന്നും പറ്റാത്ത അവസ്ഥയായിപ്പോയി ഇപ്പോൾ.
അപ്പോൾ ഇത്രേ ഉള്ളൂ കൂട്ടുകാർ, ഈ ഒരു കാര്യം പറയാനായിട്ട് വന്നതാണ്.